നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? ഈ പറയുന്ന ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക് കുറച്ച് ടോപ്പിക്കുകൾ കവർ ചെയ്തായിരുന്നു. അതിന്റെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി വരുന്ന കുറച്ച് ടോപ്പിക്കുകളുടെ കവർ ചെയ്യും. അങ്ങനെ ആ പാർട്ട് 2 വീഡിയോയിലൂടെ ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യും. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നുണ്ട്? ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്യാനുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ കൂടെ തന്നെ ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം സമയം ലാഭിക്കാൻ പറ്റും. ബാക്കി ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എന്ത് ചെയ്യുക? ഈ സ്പെഷ്യൽ ടോപ്പിക് എന്ത് ചെയ്യുക? ഈ വീഡിയോയിലൂടെ തന്നെ പഠിച്ചു പോവുക. കാര്യം ഇന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നമ്മൾ കാര്യം എന്താണ്? പാർട്ട് 1 പഠിച്ചു നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ അറിയാം അല്ലേ? നമ്മൾ അതുപോലെ തന്നെ എന്ത് പഠിക്കും? ബാക്കിയുള്ള കാര്യങ്ങളോട് എന്ത് ചെയ്യും? ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു പോകുമ്പോൾ പോലീസ് ഡ്രൈവർ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയാണ്. ആ ജോലിക്ക് ഇനി എത്ര ദിവസമേ ഉള്ളൂ നിങ്ങളുടെ ഫ്രണ്ടിൽ? 1.5 മാസം മാത്രമേ നിങ്ങളുടെ ഫ്രണ്ടിലുള്ളൂ കേട്ടോ. 1.5 മാസം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആലോചിക്കാം, 1.5 മാസത്തിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാം. ജീവിതം തന്നെ മാറും. എന്ത് ചെയ്യാം? നിങ്ങൾ ഒരുപാട് കാലമായി നിങ്ങൾ ഓടി തുടങ്ങിയിട്ട് ആ ഓട്ടം അവസാനിക്കാൻ പോവുകയാണ്. ആകെ 1.5 മാസമേ ഉള്ളൂ. നമ്മൾ ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ജോലി സ്വന്തമാക്കാം. അപ്പോൾ തുടങ്ങാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. എന്താണ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ നമ്മൾ നോക്കാം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്ത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ നമ്മൾ എന്ന് കേൾക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ട്രാൻസ്പോർട്ട് വെഹിക്കിൾ നമുക്ക് നോക്കാം. ട്രാൻസ്പോർട്ട് വാഹനങ്ങളെ നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 2 ഏതാണ്? 47 ആണ്. സെക്ഷൻ 2 ഏതാണ്? 47. അപ്പോൾ സെക്ഷൻ 2 നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. സെക്ഷൻ 2 2 പഠിച്ചു, 4 പഠിച്ചു. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഏത് പഠിച്ചു? 34 പഠിച്ചു. ഇപ്പോൾ ഇതും പഠിച്ചു, 47 നമ്മൾ പഠിച്ചു. ഓർത്തിരിക്കുക, സെക്ഷൻ 2 47 പറ്റി എന്ത് പറയുന്നത്? ട്രാൻസ്പോർട്ട് വെഹിക്കിളിനെ പറ്റി പറയുന്നത്. വാടക വാങ്ങി പൊതു സർവീസ് നടത്തുന്ന വാഹനങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ട്രാൻസ്പോർട്ട് വാഹനം എന്ന് വിളിക്കുന്നത്. നമ്മൾ വാടക വാങ്ങി എന്ത് ചെയ്യും? പൊതു സർവീസ് നടത്തുന്ന വാഹനമാണ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് വാഹനം എന്ന് വിളിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ചോദിക്കാം, നല്ല ക്വസ്റ്റ്യൻ ആണോ? താഴെ തന്നിരിക്കുന്ന ഏതാണ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്ന 4 സ്റ്റേറ്റ്മെന്റ് തരാം. അപ്പൊ ഏതൊക്കെയാണ് ട്രാൻസ്പോർട്ട് വാഹനം? ഒന്ന് പബ്ലിക് സർവീസ് വാഹനം. എന്താണ് പബ്ലിക് സർവീസ് വാഹനം? ഉദാഹരണമാണ് ചരക്ക് വാഹനം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബസ്. നമ്മൾ തെറ്റാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. അപ്പൊ താഴെ തന്നിരിക്കുന്ന ഏതാണ് ട്രാൻസ്പോർട്ട് വാഹനം ചോദ്യം നമ്മൾ ചിലപ്പോൾ എന്ത് എഴുതില്ല? വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ബസ് എഴുതത്തില്ല. അപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ബസ് എന്താണ്? ഒരു ട്രാൻസ്പോർട്ട് വാഹനമാണ്. അതുപോലെ എന്താണ് പ്രൈവറ്റ് സർവീസ് വാഹനവും എന്താണ്? ഈ പറയുന്ന ഏതിൽ വരുന്നതാണ് ട്രാൻസ്പോർട്ട്? നമ്മൾ ഇത് രണ്ടും ചിലപ്പോൾ തെറ്റിച്ചളയും അല്ലേ? ഇപ്പൊ പബ്ലിക് സർവീസ് വാഹനവും ചരക്ക് വാഹനവും ചിലപ്പോൾ നമ്മൾ എന്ത് എഴുതും? ഈ പറഞ്ഞ ട്രാൻസ്പോർട്ട് വാഹനം എന്ന് എഴുതും. പക്ഷെ എന്ത് എഴുതണമെന്നില്ല? വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ബസ് എഴുതണമെന്നില്ല. അതുപോലെ പ്രൈവറ്റ് സർവീസ് വാഹനം നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല? അതൊരു ട്രാൻസ്പോർട്ട് വാഹനമാണെന്ന് നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല. അപ്പൊ ഈ 4 ഏതിൽ വരുന്നതാണ്? ഈ പറയുന്ന 4 കാര്യവും ഏതിൽ വരുന്നതാണ്? ഈ 4 കാര്യവും ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് വരുന്നതാണ്. അപ്പൊ ചോദിക്കാൻ ഇങ്ങനെ ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ എന്ന് ചോദിക്കാം. അപ്പൊ ഈ ഓർത്തിരിക്കാവുന്ന ഏതാണ്? പബ്ലിക് സർവീസ് വാഹനം, ചരക്ക് വാഹനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബസ്, പ്രൈവറ്റ് സർവീസ് വാഹനം. ഇവയൊക്കെ എന്ത് തന്നെയാണ്? ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ഉദാഹരണം തന്നെയാണ്. പബ്ലിക് സർവീസ് വാഹനം എന്താണെന്ന് നോക്കാം. പ്രത്യേക റൂട്ടുകളിലെ സ്ഥലങ്ങളിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ബസ് പോലുള്ള വാഹനം നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പബ്ലിക് സർവീസ് വാഹനം. ഇപ്പൊ KSRTC ഒക്കെ എന്താണ്? പബ്ലിക് സർവീസ് വെഹിക്കിൾസ് ആണ് അല്ലെ? പബ്ലിക് സർവീസ് വാഹനമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന KSRTC. പ്രത്യേക റൂട്ടുകളിലെ സ്ഥലങ്ങളിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബസ് പോലുള്ള വാഹനങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം? പബ്ലിക് സർവീസ് വാഹനങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ എന്തായിരിക്കും പ്രൈവറ്റ്? ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 7ൽ കൂടുതൽ കപ്പാസിറ്റിയുള്ള വാഹനമാണ് എന്തെന്ന് പറയുന്നത്? പ്രൈവറ്റ് സർവീസ് വാഹനം. അപ്പൊ എന്താണ്? ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 7ൽ കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു വാഹനം എന്ന് വിളിക്കാം. നമുക്ക് അതിനെ പ്രൈവറ്റ് സർവീസ് വാഹനം എന്ന് വിളിക്കാം. അപ്പൊ എന്താണ്? 7 സീറ്റിൽ കൂടുതലുള്ള ഒരു വാഹനമാണ് എന്താ? ഒമിനി ബസ്. ഓർത്തിരി, ഒമിനി ബസ്സിന് എത്ര സീറ്റ് ഉണ്ട്? 7ൽ കൂടുതൽ സീറ്റുകളുണ്ട്. ഓക്കെ. ഇപ്പൊ പ്രൈവറ്റ് സർവീസ് വാഹനം എന്ന് പറയുന്നത് ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 7ൽ കൂടുതൽ കപ്പാസിറ്റി ഉള്ള വാഹനമാണ് ഇതെന്ന് പറയുന്നത് പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ. ഇതൊക്കെ ഏതിനകത്ത് വരുന്നതാണ്? നമ്മൾ പറയുന്ന ട്രാൻസ്പോർട്ട് വെഹിക്കിളിനകത്ത് വരുന്നതാണ് അല്ലെ? അപ്പൊ ഈ സെക്ഷൻ ഏതാണ്? ഓർമ്മയുണ്ട്, 2 47 ആണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന നമ്മുടെ മോട്ടോർ വെഹിക്കിളിനെ പറ്റി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വെഹിക്കിളിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? 2 47 ആണ്. ഓക്കെ. അപ്പം ഒന്ന് ഓർത്തിരിക്കുക, ഈ പറയുന്ന 4 ഏതിൽ വരുന്നതാണ്? ഈ പറയുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ വരുന്നതാണ്. 5 മാർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ മൊത്തത്തിൽ എന്താണ്? ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്റ്റും സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് എല്ലാത്തിലും കൂടെ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 5 മാർക്ക് കിട്ടും. അപ്പൊ അവർക്ക് എങ്ങനെ വേണോ ചോദിക്കാം. അപ്പൊ ഓർത്തിരിക്കുക, ഏതിന് വേണോ എന്ത് വരാം? ചോദ്യങ്ങൾ വരാം. ഓക്കെ. ട്രാൻസ്പോർട്ട് വാഹന ലൈസൻസിന്റെ മാനദണ്ഡങ്ങൾ നമുക്ക് ഓർത്തിരിക്കാം. നമുക്ക് ഈ പറയുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാൻ നമുക്ക് എന്തുകൊണ്ട്? കുറച്ച് മാനദണ്ഡമുണ്ട്. എല്ലാവർക്കും ഓടിക്കാൻ പറ്റില്ല. 18 വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കാൻ പറ്റുമോ? ട്രാൻസ്പോർട്ട് വാഹനം നമുക്ക് സാധാ ലൈസൻസ് കിട്ടും. ഇപ്പൊ ട്രാൻസ്പോർട്ട് വാഹനം ഇപ്പൊ പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ലേ, ഇത് ഓടിക്കണമെങ്കിൽ നമുക്ക് എത്ര വയസ്സായിരിക്കണം? 20 വയസ്സായിരിക്കണം. 18 വയസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ പറയുന്ന സംഭവം എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ 18 വയസ്സ് നമ്മൾ എന്തെടുക്കാൻ പറ്റില്ല? ട്രാൻസ്പോർട്ട് വാഹന ലൈസൻസ് എടുക്കാൻ പറ്റില്ല. എത്രയാണ് വയസ്സ്? 20 വയസ്സായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, രണ്ടാമത്തെ മാനദണ്ഡം കൊടുത്തിട്ടുണ്ട്. 1 വർഷത്തിൽ കുറയാതെയുള്ള നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിച്ചുള്ള പരിചയം. നമ്മൾ 18 വയസ്സിൽ സാധാ ലൈസൻസ് എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 10 വയസ്സിൽ എടുക്കാൻ പറ്റൂല. 20 വയസ്സാണോ അല്ലേ? ഞാൻ ഒരു കാര്യം പറയാം. 20 വയസ്സിൽ ഒരാൾ എന്ത് ചെയ്തു? സാധാ ലൈസൻസ് എടുത്തു.
അയാൾക്ക് 21 വയസ്സായാലും എന്തെടുക്കാൻ പറ്റുള്ളൂ? ട്രാൻസ്പോർട്ട് വാഹന ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നോൺ ട്രാൻസ്പോർട്ട് എന്ത് ചെയ്യണം? വാഹനം 1 വർഷമെങ്കിലും ഓടിച്ചിരിക്കണം. അപ്പൊ നമുക്ക് ബൈക്കും കാറൊക്കെ ഉണ്ടായിരിക്കും, അത് നമ്മൾ എന്ത് ചെയ്യണം? 1 വർഷം നമ്മൾ ലൈസൻസ് എടുത്ത് 1 വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ട്രാൻസ്പോർട്ട് വാഹന ലൈസൻസ് എടുക്കാൻ പറ്റും. 2 ക്രൈറ്റീരിയ ഉണ്ട്. എന്താണ്? ഹെവി ഉള്ളവർക്ക് മനസ്സിലാവും എന്താണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സാധാ ലൈസൻസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? 1 വർഷം ഓടിച്ചിരിക്കണം. അതുപോലെ എത്ര വയസ്സായിരിക്കണം? 20 വയസ്സുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ട്രാൻസ്പോർട്ട് വാഹന ലൈസൻസ് കിട്ടും. ഹെവി ലൈസൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എടുക്കാൻ കിട്ടും. അതുപോലെ എത്രയാണ് പറയുന്നത്? മിനിമം വിദ്യാഭ്യാസ യോഗ്യത എത്രയാണ് പറയുന്നത്? 8ാം ക്ലാസ് പാസ്സാണ് എന്തെന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് വാഹന ലൈസൻസിന്റെ മാനദണ്ഡത്തിൽ പറയുന്നത്. നമ്മൾ ഈ പറയുന്ന 3 ഓർത്തിരിക്കുകയാണ്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ട്രാൻസ്പോർട്ട് വാഹന ലൈസൻസ് കിട്ടാൻ എന്തൊക്കെയാണ് മാനദണ്ഡം? 18 വയസ്സാവണം, ചിലപ്പോൾ 21 വയസ്സാവണം, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം? നമ്മൾ തെറ്റിക്കാനുള്ള ചാൻസുകൾ ഉണ്ടാവും. ഇനി ഹസാർഡ്സ് ഗുഡ്സ് വെഹിക്കിൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ? പെട്രോളൊക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കണ്ടിട്ടില്ലേ? സ്ഫോടക വസ്തുക്കൾ മാത്രം വഹിക്കാൻ പെർമിറ്റുള്ള വാഹനമാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ഹസാർഡ് ഗുഡ്സ് വാഹനങ്ങൾ. ഇതിന് ഡ്രൈവർ ക്യാബിന്റെ നിറം എന്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? ഡ്രൈവർ ക്യാബിന്റെ നിറം എന്തായിരിക്കും? ഓറഞ്ച് ആണ്. എന്താണ്? ഓറഞ്ച് ആണ്. ചുവപ്പല്ല എന്താണ്? ഓറഞ്ച് ആണ്. അതുപോലെ ടാങ്കറിന്റെ നിറം എന്താണ്? വെള്ളയാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ടാങ്കറിന്റെ നിറം എന്താണ്? വെള്ളയായിരിക്കും. അപ്പൊ 2 കാര്യം ഓർത്തിരുന്നാൽ മതി. ഹസാർഡ്സ് ഗുഡ്സ് വെഹിക്കിൾ ഉണ്ടാകും, അതിനെന്താണ്? ടാങ്കറിന്റെ നിറം എന്ന് പറയുന്നത് എന്താണ്? ടാങ്കറിന്റെ നിറം എന്ന് പറയുന്നത് വെള്ളയും, ക്യാബിന്റെ നിറം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓറഞ്ചും ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ഡെഫിനിഷൻ ആണ്. CMVR പറയുന്ന കുറച്ച് ഡെഫിനിഷൻ ഉണ്ട്, അത് ഏതൊക്കെയാണ് നോക്കാം. അപ്പൊ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഇത് 3 ഓർത്തിരിക്കുക. അപ്പൊ റൂൾ 2 C എന്താണെന്ന് നോക്കാം. അഗ്രികൾച്ചറൽ ട്രെയിലറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ട്രാക്ടറിന്റെ ഒക്കെ വെഹിക്കിൾ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ട്രെയിലർ നമുക്ക് അറിയാം, നേരത്തെ പഠിച്ചല്ലേ എന്താണ് ഈ പറഞ്ഞ ആർട്ടിക്കുലർ വെഹിക്കിളിന്റെ ബാക്കിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ട്രെയിലർ പോലത്തെ സാധനങ്ങൾ. അതുപോലെ തന്നെയാണ് എന്താണ് ട്രാക്ടറിന്റെ ബാക്കിലേക്ക് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി കുറച്ച് ട്രെയിലർ ഒക്കെ ഉണ്ടല്ലേ. അഗ്രികൾച്ചർ ട്രെയിലറുകളെ പറ്റി പറയുന്നതാണ് ഇതെന്ന് പറയുന്നത് 2 C എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ട്രെയിലർ ആണ്. അപ്പൊ 2 I എന്തിനെ പറ്റി പറയുന്നു? കാറ്റഗറി L1 വാഹനങ്ങൾ. അപ്പൊ എന്താണ് കാറ്റഗറി L എന്ന് സംശയം വരാം, L1 എന്ന സംശയം വരാം. നമ്മൾ പഠിക്കും, ഇനി പഠിക്കാവുന്ന ടോപ്പിക് എന്നാണ് ഈ പറയുന്ന കാറ്റഗറികളെ പറ്റിയാണ്. അപ്പം ഈ പറയുന്ന L എന്തെന്നും L2 എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഇപ്പൊ ഒന്നുകൂടെ ഓർത്തിരിക്കാം. റൂൾ 2 C എന്താണ്? അഗ്രികൾച്ചറൽ ട്രെയിലറുകളെ പറ്റിയാണ് പറയുന്നത്. റൂൾ 2 I എന്തിനെ പറ്റി പറയുന്നു? കാറ്റഗറി L1 വാഹനങ്ങളെ പറ്റി പറയുന്നു. റൂൾ 2 W എന്തിനെ പറ്റി പറയുന്നു? നാഷണൽ ക്യാപിറ്റൽ റീജിയനെ പറ്റി പറയുന്നു. അപ്പൊ 3 കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഈ 3 റൂൾ എന്താണ്? വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. റൂൾ 2 C, 2 I, 2 W. ഈ 3 റൂൾ അവർ പറഞ്ഞിട്ടുണ്ട് സിലബസിൽ. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്ത് പറ്റൂ? പഠിച്ചേ പറ്റൂ. അപ്പൊ അഗ്രികൾച്ചർ ട്രെയിലർ ഏതാണ്? 2 C ആണ്. ട്രെയിലർ നമുക്കറിയാം സിനിമയാണ്. അപ്പൊ 2 ഏതാണ്? CNA ആണ്. 2 I എന്ന് പറയുന്നത് എന്താണ്? കാറ്റഗറി L1 ആണ്. L1 നമുക്ക് എന്തിന്റെ കൂട്ടാം? I ആയിട്ട് തന്നെ കണക്കാക്കാം. L1 എന്താണ്? I ആണ് L1 എന്ന് പറയുന്നത്. ഈ W ആണ് എന്ന് പറയുന്നത് നാഷണൽ ക്യാപിറ്റൽ റീജിയനെ പറ്റി പ്രതിപാദിക്കുന്നതാണ്. 2 W ആണ്. അപ്പൊ നോക്കാം, നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അപ്പം എന്താണ് ഈ പറയുന്ന L1 വാഹനങ്ങൾ അല്ലെ? ചുവടെ പറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ പാലിക്കുന്ന ഇരുചക്ര വാഹനങ്ങളാണ് എന്ന് പറയുന്നത് L1 കാറ്റഗറി വാഹനം എന്ന് പറയുന്നത്. എന്താണ്? ഇരുചക്ര വാഹനങ്ങളാണ്. താഴെ പറയുന്ന ക്രൈറ്റീരിയ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? L1 വാഹനമായിട്ട് മാറും. അപ്പൊ നമുക്ക് നോക്കാം. വേഗത എത്രയായിരിക്കും? 70 കിലോമീറ്ററിന് താഴെ ആയിരിക്കും. 70 km/h താഴെയാണ് വേഗതയെങ്കിൽ അത് ഒരു ക്രൈറ്റീരിയ ആയി. രണ്ടാമത്തത് എത്രയാണ് അതിന്റെ പവർ? മോട്ടോർ പവർ എത്രയാണ്? 4.0 കിലോവാട്ട്, അതായത് 4000 വാട്ട് അല്ലെ. കിലോ വാട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1 കിലോവാട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1000 വാട്ടാണ് അല്ലെ. അപ്പം 4.0 അല്ലെങ്കിൽ 4 കിലോവാട്ടിന് താഴെയുള്ള മോട്ടോർ ആണെങ്കിൽ എന്ത് വിളിക്കാം? അത് L1 വാഹനമാണെന്ന് വിളിക്കാം. അതുപോലെ എഞ്ചിൻ കപ്പാസിറ്റി എത്ര CC ആയിരിക്കും? 50 cc താഴെയുള്ള വാഹനം. അപ്പൊ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതിന്റെ മാക്സിമം സ്പീഡ് എത്രയാണ്? 70 കിലോമീറ്ററിന് താഴെയാണ്. 2 മോട്ടോർ പവർ എത്രയാണ്? 4 കിലോവാട്ടിന് താഴെയാണ്. അതുപോലെ എഞ്ചിൻ കപ്പാസിറ്റി എത്രയാണ്? 50 cc താഴെയാണെങ്കിൽ അത് ഏത് കാറ്റഗറി വാഹനമാണ്? L1 കാറ്റഗറി വാഹനം. അപ്പൊ നമുക്ക് ചോദിക്കാം, L1 കാറ്റഗറി പറ്റി പറയുന്ന റൂൾ ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ്? L എന്ന് പറയുമ്പോൾ I അല്ലേ? ഏതാണ്? I ആണ്. 2 I ആണ് ഇതിനെ പറ്റി പറയുന്നത്, L1 വാഹനങ്ങളെ പറ്റി പറയുന്നത്. അപ്പൊ വേഗത എത്രയാണ്? 70 കിലോമീറ്റർ ആണ്. മോട്ടോർ പവർ എത്രയാണ്? 4 കിലോവാട്ടിന് താഴെയാണ്. എഞ്ചിൻ കപ്പാസിറ്റി എത്രയാണ്? 50 cc താഴെയാണ്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? കാറ്റഗറി L1 വാഹനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നോക്കാം നമുക്ക് എന്താണ്. അതുപോലെ വേറെ ഇതിൽ വേറെ ഓർത്തിരിക്കുന്ന കാര്യം, പരിവാഹൻ സേവാ പ്രകാരം L1 വാഹനങ്ങൾക്ക് കുറച്ച് വേറെ മാറ്റമുണ്ട്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, പരിവാഹൻ എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ പറയുന്ന ക്രൈറ്റീരിയ ആണ് നോക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് സ്പീഡ് എത്ര കിലോമീറ്റർ ആയിരിക്കും? 45 km/h താഴെ ആയിരിക്കും. മോട്ടോർ പവർ എത്രയായിരിക്കും? 0.5 കിലോവാട്ട്. അത് എത്രയാണ്? 0.5 കിലോവാട്ടിന് താഴെയാണ് എന്ത് വരുന്നതെങ്കിൽ മോട്ടോർ പവർ വരുന്നതിൽ എന്ത് വിളിക്കാം? അത് L1 വാഹനങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഏതെന്ന് പറയുന്നത് L1 വാഹനമാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന 3 ക്രൈറ്റീരിയ നമ്മൾ പാലിച്ചിരിക്കണം. പക്ഷെ ഇവിടെ പറയുന്ന ഏതാണ്? പരിവാഹൻ സേവ പ്രകാരം. എക്സാമിന് ചോദിക്കുമ്പോൾ ഈ പരിവാഹൻ സേവ എന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുക എന്താണ്? അതിന് എത്രയായിരിക്കും? 45 km/h താഴെയായിരിക്കും വേഗത. മോട്ടോർ പവർ എത്രയായിരിക്കും? 0.5 കിലോവാട്ടിന് താഴെയായിരിക്കും. L1 വാഹനങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ? എന്തായിരിക്കും? പരിവാഹൻ പ്രകാരമാണെങ്കിൽ 45 കിലോമീറ്ററും 0.5 ആയിരിക്കും. അതേസമയം എന്താണ്? ഈ പറയുന്ന
ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം 70 കിലോമീറ്റർ പെർ ഹവറിന് താഴെയായിരിക്കും വേഗത, 4.0 കിലോ വാട്ടിന് താഴെയായിരിക്കും മോട്ടോർ പവർ, എഞ്ചിൻ കപ്പാസിറ്റി എത്രയായിരിക്കും 50 cc താഴെയായിരിക്കും. ഇതിനാണ് എന്ന് പറയുന്നത് കാറ്റഗറി L1 വാഹനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ കാറ്റഗറി M വെഹിക്കിൾസ് എന്താണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. എം എന്ന് പറയുന്ന വേർഡ് കൊടുത്തിരിക്കുക. എം എന്ന് പറയുന്നത് എന്തിനെ പറ്റിയാണ്? എം യാത്രക്കാരെ കൊണ്ടുപോകുന്ന 4 ചക്രമോ അതിൽ കൂടുതലുള്ള വാഹനങ്ങളെയാണ് കാറ്റഗറി M വാഹനങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, യാത്രക്കാരെ കൊണ്ടുപോകുന്ന 4 ചക്രമോ അതിൽ കൂടുതലോ ഉള്ള വാഹനങ്ങളാണ് എന്ത് വിളിക്കുന്നത്? കാറ്റഗറി M വാഹനങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത്. കാറ്റഗറി M1. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ നമ്മൾ M എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യനല്ലേ. അപ്പൊ മനുഷ്യനെ കൊണ്ടുപോകുന്ന വാഹനം ആയിരിക്കും എന്ന് പറയുന്നത് M കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ 4 വീലുണ്ടായിരിക്കണം. അതുപോലെ എന്താണ്? മനുഷ്യന്മാരെ കൊണ്ടുപോകുന്നത് അല്ലെ, യാത്രക്കാരെ കൊണ്ടുപോകുന്ന മനുഷ്യനാണ്. അപ്പൊ എന്ന് പറയുമ്പോൾ എന്ത് ഉപയോഗിക്കാം? M എന്ന് പറയുന്നത് എന്താണ്? യാത്രക്കാരെ കൊണ്ടുപോകുന്ന 4 ചക്രമോ അതിൽ കൂടുതലോ ഉള്ള വാഹനങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? കാറ്റഗറി M വാഹനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ കാറ്റഗറി എമ്മിന് നമുക്ക് പലതായിട്ട് തിരിക്കാം. നമുക്കതിനെ അറിയാമല്ലേ, 4 വീലുകളുണ്ട്, അധികമുള്ള വീലുകളുണ്ട്, 4 എത്ര പേരെ കൊണ്ടുപോകുന്നു എന്നൊക്കെ വിചാരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന M വെഹിക്കിൾ എന്താണ്? M വെഹിക്കിൾ എന്ന് പറയുന്നത് പല കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. അപ്പൊ ആദ്യത്താണ് കാറ്റഗറി M1. ഓർത്തിരിക്കുക, കാറ്റഗറി M1 എന്താണെന്ന് നോക്കാം. ഡ്രൈവർ സീറ്റിന് പുറമെ 8 സീറ്റുകളിൽ കൂടാതെ യാത്രക്കാരെ കയറ്റുന്ന വാഹനങ്ങളാണ്. അതായത് എത്രയാണ്? ഡ്രൈവർ സീറ്റിന് പുറമെ 8 സീറ്റുകളിൽ കൂടാതെ അതായത് എത്രയാണ്? 8 സീറ്റ് പാടുള്ളൂ, 8 സീറ്റ് കയറ്റാൻ പാടുള്ളൂ കേട്ടോ. അതായത് ഡ്രൈവറെ കൂടാതെ എത്രയാണ്? 8 പേരെ കയറ്റുന്ന വാഹനമാണ്. എത്ര പേരെ കയറ്റുന്ന വാഹനമാണ് എന്താ? M1. കാറ്റഗറി M1 എന്ന് പറയുന്നത് ഡ്രൈവർ സീറ്റിന് പുറമെ 8 സീറ്റുകളുണ്ട്. അപ്പൊ 8 സീറ്റ് ഉള്ളതാണ് ഇതെന്ന് പറയുന്നത് M1. അപ്പൊ എന്തായിരിക്കും M2 എന്ന് പറയുന്നത്? ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിലധികമോ ആളുകളെ കയറ്റാൻ കഴിയുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്, നമുക്കറിയാം ടോട്ടൽ വെയിറ്റിൽ നമ്മൾ പറഞ്ഞത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എത്രയാണ്? 5 ടണ്ണിന് താഴെയാണ്. 5 ടൺ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1 ടൺ 1000 കിലോ ആണ് അല്ലേ. 5000 കിലോയ്ക്ക് താഴെയുള്ള വാഹനമാണ് എന്ന് പറയുന്നത് കാറ്റഗറി M2. എത്ര സീറ്റാണ്? 9 അല്ലെങ്കിൽ 9+. അത്രയും ആൾക്കാരെ കയറ്റുന്നതും അതുപോലെ ഗ്രോസ് വെഹിക്കിൾ എത്രയാണ്? 5 ടണ്ണിന് താഴെയാണെങ്കിൽ എന്ത് വിളിക്കാം? കാറ്റഗറി M2 വെഹിക്കിൾ എന്ന് വിളിക്കാം. M1 എന്ന് നമ്മൾ പറഞ്ഞു. M1 എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യരെ കയറ്റുന്ന വണ്ടി അല്ലേ, യാത്രക്കാരെ കയറ്റുന്ന വണ്ടിയാണ്. എത്ര വീലുണ്ട്? 4 നല്ലധികമോ വീലുണ്ട്. കാറ്റഗറി M1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡ്രൈവർ അല്ലാതെ 8 പേര്. M2 എന്ന് പറയുന്ന ഡ്രൈവർ അല്ലാതെ എത്രയാണ്? 9 അല്ലെങ്കിൽ 9 കൂടുതൽ. എത്രയായിരിക്കും ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്? 5 കിലോഗ്രാം, 5 ടണ്ണിന് താഴെയായിരിക്കും. ഇനി കാറ്റഗറി M2G എന്ന് പറയുന്നത് കേട്ടോ. M2G എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. M2 വിഭാഗത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ M2 വിഭാഗം ഉണ്ടല്ലോ, ഈ M2 വിഭാഗത്തിലെ ഓഫ് റോഡ് ഈ ക്രൈറ്റീരിയ ഒക്കെ ഫോളോ ചെയ്യുന്ന ഓഫ് റോഡ് അല്ലെങ്കിൽ എന്താണ് ക്രോസ് കൺട്രി വെഹിക്കിൾ കഴിവുള്ള വാഹനമാണ്. നിങ്ങൾ ഗൂഗിളിൽ എന്താണ് ഈ ക്രോസ് കൺട്രി വെഹിക്കിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് വാഹനങ്ങളുടെ ഫോട്ടോകൾ വരും. അതായത് എന്താണ്? ഓഫ് റോഡ് കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓൺ റോഡ് അല്ലാതെ ഓഫ് റോഡ് ഓടിക്കുന്ന വാഹനമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രോസ് കൺട്രി വെഹിക്കിൾ അല്ലെങ്കിൽ ഓഫ് റോഡ് വാഹനങ്ങളാണ് M2 വിഭാഗത്തിൽ വരുന്ന. ഈ പറയുന്ന ഏതാണ്? ഈ കാറ്റഗറി ഒക്കെ ഫോളോ ചെയ്യുന്ന ഏതാണ്? ഓഫ് റോഡ് വെഹിക്കിൾ നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാറ്റഗറി M2G. M2 തന്നെയാണ്, പക്ഷെ അതെന്താണ്? ഓഫ് റോഡ് ആണ് എങ്കിൽ അതിന് എന്ത് വിളിക്കാം? കാറ്റഗറി M2G എന്ന് വിളിക്കാം. ഓർത്തിരിക്കുക അല്ലേ. ശരി. അപ്പൊ എന്താണ് കാറ്റഗറി M2G? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി കാറ്റഗറി M3 എന്താണെന്ന് നോക്കാം. M1 ആയി നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യം പഠിച്ചതാണ് M1 ആണ് 8 സീറ്റ്, 9 അല്ലെങ്കിൽ 9+ വരുന്നത് M2 ആണ്. ഇതേ ക്രൈറ്റീരിയ തന്നെ എന്ത് വന്നു കഴിഞ്ഞാൽ ഓഫ് റോഡ് കഴിവുള്ള വണ്ടികളാണ് എന്ത് വിളിക്കുന്നത്? കാറ്റഗറി M2G എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് നോക്കാം കാറ്റഗറി M3 എന്താണ്? ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിലധികമോ സീറ്റ് കപ്പാസിറ്റി ഉള്ള ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എത്രയാണ്? 5 ടണ്ണിൽ കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഇതിന് എന്താണ്? ഇത് മാത്രം മാറി എത്രയാണ്? 5 ടണ്ണിന് മുകളിലുള്ള വണ്ടികളാണ്. അതായത് ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിലധികമോ 9+ ആൾക്കാരോ, പക്ഷെ വെയിറ്റ് എത്രയാണ്? 5 ടണ്ണിന് കൂടുതലാണെങ്കിൽ അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കൂടുതലാണെങ്കിൽ 5 ടൺ 5000 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ എന്ത് വിളിക്കാം? നമുക്ക് കാറ്റഗറി M3 എന്ന് വിളിക്കാം. കാറ്റഗറി M3 എന്ന് വിളിക്കാം. ഇനി നമുക്ക് M3 വീണ്ടും G എടുത്തിരിക്കുന്നത്. G എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫ് റോഡ് ആണ് അല്ലേ. G എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫ് റോഡ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചില്ല. G എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഓഫ് റോഡ് അല്ലെങ്കിൽ ക്രോസ് കൺട്രി വെഹിക്കിൾ ആണ്. ഇവിടെ അത് തന്നെയാണ് M3 വിഭാഗത്തിൽപ്പെട്ട ഓഫ് റോഡ് അല്ലെങ്കിൽ ക്രോസ് കൺട്രി വെഹിക്കിളിന് കഴിവുള്ളവനാണ് എന്ന് പറയുന്ന കാറ്റഗറി M3G. അപ്പൊ G വന്നാൽ എന്തായിരിക്കും? ഓഫ് റോഡ് ആയിരിക്കും. കാറ്റഗറി M2G വന്നു കഴിഞ്ഞാൽ എന്താണ്? കാറ്റഗറി M2-ലുള്ളതിന്റെ ഓഫ് റോഡ്. M3G വന്നു കഴിഞ്ഞാൽ M3-ലുള്ളതിന്റെ ഓഫ് റോഡ് കപ്പാസിറ്റി ഉള്ള വാഹനങ്ങളാണ് ഇതിൽ പറയുന്നത്. ഈ പറയുന്ന M2G-ലും M3G-ലും പറയുന്നത്. ഒന്നുകൂടെ നമുക്കത് പറഞ്ഞു നോക്കാം. അപ്പം യാത്രക്കാരെ കൊണ്ടുപോകുന്ന 4 ചക്രമോ അതിൽ കൂടുതലുള്ള വാഹനങ്ങളാണ് എന്ത് പറയുന്നത്? കാറ്റഗറി M വാഹനങ്ങൾ. M മീൻസ് മനുഷ്യനെ കൊണ്ടുപോകുന്നല്ലേ, യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനമാണ് എന്ന് പറയുന്നത് കാറ്റഗറി M വാഹനങ്ങൾ. M നമുക്ക് പല തിരിക്കാം. M1, M2, M3 മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. M1 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 സീറ്റ്, ഡ്രൈവർ അല്ലാതെ 8 സീറ്റ് ഉള്ളതാണ്. ശരി. അപ്പൊ M2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9 9 കൂടുതലോ, പക്ഷെ വെയിറ്റ് എത്ര കുറവാണ്? 5000 അല്ലെങ്കിൽ 5 ടണ്ണ് താഴെയുള്ളതാണ് എന്ന് പറയുന്നത് M2. M2 വീണ്ടും നമുക്ക് തിരിക്കാം. M2G. M2G. G എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലേ, G എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫ് റോഡ് കപ്പാസിറ്റി ഉള്ള വെഹിക്കിൾ ആണ്, അല്ലെങ്കിൽ ഓഫ് റോഡ് കഴിവുള്ള വാഹനമാണ് ഇതിൽ വരുന്നത് M2G-യിൽ വരുന്നത്. M3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം?
9 കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകാം, 9 അല്ലെങ്കിൽ 9+ ആൾക്കാരെ കൊണ്ടുപോകാം. പക്ഷെ എത്രയാണ് അതിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത്? 5 ടൺ ആണ്. 5 ടണ്ണിൽ കൂടുതലാണ്. നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ്. 5 ടണ്ണിൽ കൂടുതലുള്ള വാഹനങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്, കാറ്റഗറി M3 വരുന്നതാണ്. ഇവിടെ വീണ്ടും വരുന്നുണ്ട് M3G. ജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? M3 കാറ്റഗറിയിൽ വരുന്നതിൽ ഓഫ് റോഡ് കപ്പാസിറ്റി ഉള്ള വെഹിക്കിൾ ആണ് ഇതിൽ പറയുന്നത്, കാറ്റഗറി M3G പറയുന്നത്. അപ്പൊ നമുക്കറിയാം M എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് നമ്മൾ പഠിച്ചു, എന്താണ്? യാത്രക്കാരെ കൊണ്ടുപോകുന്നതാണ്. 4 4-അധികമോ വീലുകളുള്ള വാഹനങ്ങളാണ് അല്ലെ. അപ്പം ഒരു കാറ്റഗറി. രണ്ടാമതാണ് N. എന്തായിരിക്കും N? നമ്മൾ M പഠിച്ചു കഴിഞ്ഞു. എന്തായിരിക്കും അപ്പൊ N എന്ന് പറയുന്നത്? 4 ചക്രത്തിൽ കുറയാത്ത ചരക്ക് കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളെയാണ് കാറ്റഗറി N എന്ന് പറയുന്നത്. N എന്ന് പറയുന്നത് എന്താണ്? ചരക്ക് കൊണ്ടുപോകുന്നതാണ് എന്ന് പറയുന്നത് N എന്ന് പറയുന്നത്. ഓർത്തിരിക്കാൻ നമ്മൾ എന്ത് പറയാം? ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ എന്ന് വിളിക്കുന്നത് കാറ്റഗറി N നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ N എന്ത് ചെയ്തിട്ടുണ്ട്? 1, 2, 3 എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കാം, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് നമുക്കറിയാലോ, ഒരു വണ്ടിയുടെയും അതിന്റെ ലോഡും കൂടി ചേർത്താണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3500 താഴെയാണ്. 3500 കിലോഗ്രാമിന് താഴെയുള്ള ചരക്ക് വാഹനങ്ങൾ ഇതിൽ വരുന്ന കാറ്റഗറി N1. 3500 വെയിറ്റ് എത്രയാണ്? 3500 താഴെ വരുന്നതാണ് ഇതിൽ വരുന്നത് കാറ്റഗറി N1. ഇപ്പൊ N2 ആണെങ്കിൽ എത്ര വരും? 3500-നും എത്രയ്ക്ക് ഇടയ്ക്ക് വരും? 12K അല്ലെ. 12,000 ടണ്ണിനും ഇടയ്ക്ക് വരുന്നതിന് എന്ത് വിളിക്കാം? കാറ്റഗറി N2 എന്ന് വിളിക്കാം. ചരക്ക് വാഹനങ്ങളാണ്. എത്രയാണ്? എത്ര ഇടയ്ക്ക് വരുന്നതാണ് ഈ പറയുന്ന 3500-നും അതുപോലെ 12,000-നും ഇടയ്ക്കാണ് അതിന്റെ വെയിറ്റ് വരുന്നത്. വെയിറ്റ് വരുന്നത് നമുക്ക് എന്ത് വിളിക്കാം? ഈ പറയുന്ന കാറ്റഗറി N2 എന്ന് വിളിക്കാം. അപ്പൊ 12,000-ന് മുകളിലുള്ളതിനെ എന്ത് വിളിക്കാം? നമുക്കപ്പം N3 എന്ന് വിളിക്കാം. അപ്പം ആദ്യം പഠിച്ചത് N1. എളുപ്പമാണ്. N1 എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 3500 താഴെ ഉള്ളതാണ്. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എത്രയാണ്? 3500-ൽ താഴെ. നമുക്കറിയാം ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ടിയിൽ നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന അനുവദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള ഭാരമാണ് എന്ന് പറയുന്നത്. അതിനോട് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നുണ്ട്, വണ്ടിയുടെ ആകെ ഭാരം. അപ്പൊ അത് 3500-ന് താഴെയാണെങ്കിൽ N1-ഉം 3500-നും 12,000-നും ഇടയിലാണെങ്കിൽ N2-ഉം അതുപോലെ തന്നെ എത്ര? 12 ടൺ എന്ന് പറയുമ്പോൾ 1000 ആണ്. 12,000-ന് മുകളിലാണെങ്കിൽ എന്താണ്? കാറ്റഗറി N3-യുമാണ്. അപ്പം M എന്ന് പഠിച്ചു. M എന്ന് വെച്ചാൽ മനുഷ്യനെ കൊണ്ടുപോകുന്നതാണ്. N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചരക്ക് കൊണ്ടുപോകുന്ന വാഹനമാണ് എന്ന് പറയുന്നത് N എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ വ്യവസ്ഥകൾക്ക് വിധേയമായി ചരക്കുകൾക്ക് പുറമെ ആളുകളെയും കാറ്റഗറി N വാഹനങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. എന്താണ് വ്യവസ്ഥകൾക്ക് വിധേയമായി? ഓർത്തിരിക്കുക, എന്താണ് വ്യവസ്ഥകൾക്ക് വിധേയമാക്കി നമുക്ക് എന്ത് ചെയ്യാം? ചരക്കുകൾക്ക് പുറമെ ആളുകളെയും കാറ്റഗറി N വാഹനങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. കാറ്റഗറി N എന്ന് പറയുന്നത് ആരെ കൊണ്ടുപോകുന്നതാണ്? ബേസിക്കലി ചരക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ എന്താണ്? വ്യവസ്ഥകൾക്ക് വിധേയമാക്കി നമുക്ക് ആരെയും കൊണ്ടുപോകാൻ പറ്റും? ചരക്കുകൾക്ക് പുറമെ ആളുകളെയും കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. ഇനി T. 3 കാറ്റഗറി നമ്മൾ പറഞ്ഞല്ലേ? M, N, T. എന്തായിരിക്കും T എന്ന് പറയുന്നത്? T എന്ന് പറയുന്നത് ട്രെയിലർ അല്ലേ. എന്താണ്? ട്രെയിലർ വിഭാഗത്തിലുള്ള വാഹനങ്ങളെയാണ് കാറ്റഗറി T വാഹനങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത്. ഓർത്തിരിക്കുക, എന്താണ്? ട്രെയിലർ വിഭാഗത്തിലുള്ള വാഹനങ്ങളെയാണ് കാറ്റഗറി T വാഹനങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത്. കാറ്റഗറി T1 നമുക്ക് ആദ്യം നോക്കാം. കാറ്റഗറി T1 എന്താണ്? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയും താഴെയാണ്? 0.75 അല്ലെങ്കിൽ 750 കിലോ അല്ലേ. 750 കിലോയ്ക്ക് താഴെയുള്ള വരുന്നതാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാറ്റഗറി T1 വാഹനങ്ങൾ എന്ന് പറയുന്നത്. T1 വാഹനങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? കാറ്റഗറി എത്രയാണ് പറയുന്നത്? T1 എന്ന് പറയുന്നത് എത്രയാണ്? 0.75 ടണ്ണിന് താഴെ വരുന്നതാണ്. അപ്പൊ കാറ്റഗറി 2 എത്രയായിരിക്കും? 0.75-നും 3.5-നും ഇടയിൽ വരുന്ന വണ്ടികളാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാറ്റഗറി T2. അപ്പൊ T എന്ന് പറയുന്നത് ട്രെയിലർ ആണ്. നമുക്കറിയാം ട്രെയിലർ എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ വണ്ടി ട്രക്കിലേക്ക് കണക്ട് ചെയ്യുന്ന എന്താണ്? സെമി ട്രെയിലറുകൾ നമ്മൾ കണ്ടുപിടിച്ചാണ്. ആർട്ടിക്കുലേറ്റ് വെഹിക്കിൾ നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ ആ ട്രെയിലറിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? T കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ T1 എന്ന് വെച്ചാൽ എത്രയാണ്? 0.75 ടണ്ണിന് താഴെയുള്ളതാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാറ്റഗറി 1. 0.75-നും 3.5-നും ഇടയിലാണ് വെയിറ്റ് വരുന്നതിൽ എന്ത് വിളിക്കാം? കാറ്റഗറി T2 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ T3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ പറയുന്ന 3.5-നും 10 ടണ്ണിനും ഇടയ്ക്കായിരിക്കും അല്ലെ. 3.5-നും 10 ടൺ, അതായത് 3500 മുതൽ 10,000 കിലോയ്ക്ക് ഇടയ്ക്ക് വരുന്ന കാറ്റഗറിയാണ് ഏതെന്ന് പറയുന്നത്? കാറ്റഗറി T3 എന്ന് പറയുന്നത്. 10,000-ന് മുകളിൽ വരുന്നത് ഏത് വിളിക്കാം? കാറ്റഗറി T4. അപ്പൊ എളുപ്പമാണ് പഠിക്കാൻ. T1 എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? 0.75 അല്ലെങ്കിൽ 750 കിലോഗ്രാം ആയിരിക്കും. അതിന് താഴെ വരുന്നതാണ് ഏത്? കാറ്റഗറി T1. T2 എന്ന് പറഞ്ഞാൽ 750 മുതൽ 3500. T3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3500 മുതൽ 10,000. T4 എന്ന് പറഞ്ഞാൽ 10,000-ന് മുകളിൽ. ഈ 4 കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ 3 ലെറ്റർ നമ്മൾ പഠിച്ചു. M പഠിച്ചു. M എന്ന് ചാര കൊണ്ടുപോകുന്നതാണ്, മനുഷ്യനെ കൊണ്ടുപോകുന്നതാണ് അല്ലേ. എന്ന് പറയുന്നത് എന്താണ്? ചരക്കാണ്. T എന്ന് പറയുന്നത് എന്താണ്? ട്രെയിലർ ആണ്. ഇതിനൊക്കെ എന്തുണ്ട്? കാറ്റഗറീസ് ഉണ്ട്. M1 ഉണ്ട്, M2 ഉണ്ട്, M3 ഉണ്ട്. അതുപോലെ നമ്മൾ N-ന്റെ കാര്യം പഠിച്ചു. ഇപ്പൊ ഏതും പഠിച്ചു, Tയും നമ്മൾ പഠിച്ചു. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇതിനൊക്കെ എന്തുണ്ട്? ഈ ടോപ്പിക്ക് നിന്നുണ്ട് 1 മാർക്ക് നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ കാറ്റഗറി 1 ഉണ്ട്, കാറ്റഗറി 2 ഉണ്ട്, കാറ്റഗറി 3, കാറ്റഗറി T4 ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം.
നമ്മൾ ആദ്യം പഠിച്ചത് ഡെഫിനിഷൻ ആണ് അല്ലേ. നമ്മൾ ഈ പറയുന്നത് എന്തൊക്കെ പഠിച്ചു, ഇതിലിപ്പോൾ നമ്മൾ ഡെഫിനിഷൻ നോക്കിയാണ്. അപ്പോൾ നമുക്ക് ഈ ഡെഫിനിഷൻ വെച്ച് നമുക്ക് നോക്കാം. ഒന്ന് 2 സി എന്താണ്, അഗ്രികൾച്ചർ ട്രെയിലറുകളെ പറ്റി എന്ത് ചെയ്തു പ്രതിപാദിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് 2 സി. നമ്മൾ ഐ പറ്റി പഠിച്ചു, എന്താണ് എന്ന് പറയുന്നത് L1 ആണ് എന്തെന്ന് പറയുന്നത് 2 ഐ. L1 നമുക്കറിയാം, നമ്മൾ പഠിച്ചാണ് അല്ലേ. 2 W എന്താണ്, നാഷണൽ ക്യാപിറ്റൽ റീജിയനെ പറ്റി പ്രതിപാദിക്കുന്ന എന്തിൽ പറയുന്നത് 2 W. 3 കാര്യങ്ങൾ പഠിക്കാനുള്ളൂ, CIW ആണ്. ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, റൂൾ 2 സി പഠിക്കുക, ഐ പഠിക്കുക, W പഠിക്കുക. ഇതിൽ വരുന്നതാണ് CMVR വരുന്നതാണ്. L1 വാങ്ങാൻ നമ്മൾ എന്തായിരിക്കും, മാക്സിമം സ്പീഡ് എത്രയാണ് 70 താഴെ വരുന്നതായിരിക്കും എന്ന് പറയുന്നത് വേഗത L1 ആയിരിക്കും. അതിന്റെ മോട്ടോർ പവർ എത്രയാണ് 4 കിലോ വാട്ടിന് താഴെ ആയിരിക്കും. എഞ്ചിൻ കപ്പാസിറ്റി എത്രയാണ് 50 cc താഴെ ആയിരിക്കും. അപ്പൊ നമ്മൾ പരിവാഹൻ സേവ പ്രകാരമാണെങ്കിൽ എന്താണ് ഈ പറയുന്ന കാറ്റഗറി L1 വാഹനങ്ങൾ എന്ന് പറയുന്നത് 45 km/h താഴെ ആയിരിക്കും എന്ത് വേഗത വരുന്നത്. പവർ എന്ന് പറയുന്നത് എത്രയാണ് 0.5 കിലോ വാട്ടിന് താഴെ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ, കാറ്റഗറി എം എന്ന് പറയുമ്പോൾ മനുഷ്യനെ കൊണ്ടുപോകുന്നതാണ്. അത് എത്രയാണ് യാത്രക്കാരെ കൊണ്ടുപോകുന്ന 4 ചക്രമോ അതിൽ കൂടുതലുള്ള വാഹനങ്ങളാണ് കാറ്റഗറി എം വാഹനങ്ങൾ എന്ന് പറയുന്നത്. M1 എന്ന് പറയുമ്പോൾ എത്ര സീറ്റാണ് 8 സീറ്റാണ്. എത്രയാണ് കാറ്റഗറി എന്ന് പറയുമ്പോൾ M1 എന്ന് പറയുമ്പോൾ എത്രയാണ് 8 സീറ്റാണ്. അതുപോലെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ M2 എന്ന് പറയുമ്പോൾ എത്രയാണ് ഈ പറയുന്നത് 9 കൂടുതലോ വരും. അതുപോലെ എത്രയാണ് അതിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് 5 ടണ്ണിന് താഴെയാണ്. 5 ടണ്ണിന് താഴെയാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന GVW എന്ന് പറയുന്നത്. കാറ്റഗറി M2G എന്ന് പറയുന്നത് കാറ്റഗറി M2 തന്നെയാണ്, പക്ഷേ അതിന് എന്ത് കപ്പാസിറ്റി ഉണ്ട്, ഓഫ് റോഡിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അപ്പം M2G നമ്മൾ പഠിച്ചു. M3 എന്ന് പറയുന്നത് എന്താണ്, ഡ്രൈവിംഗ് സീറ്റിന് പുറമെ എത്രയാണ് 9 കൂടുതലോ വരും, പക്ഷെ എത്രയാണ് വെയിറ്റ് എന്ന് പറയുന്നത് എത്ര കൂടുതലാണ് 5 ടണ്ണിന് മുകളിലായിരിക്കും. കാറ്റഗറി M3G എന്താണ്, M3 വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഓഫ് റോഡാണ്. M3 വരുന്നത് എന്താണ്, ഓഫ് റോഡ് ആണെന്ന് പറയുന്നത് M3G എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു N നമുക്കറിയാം ചരക്ക് വാഹനങ്ങളാണ് അല്ലെ, 4 ചക്രത്തിൽ കുറയാത്ത ചരക്ക് കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന വാഹനമാണ് ഇതെന്ന് പറയുന്നത് കാറ്റഗറി N എന്ന് പറയുന്നത്. കാറ്റഗറി 1 എന്ന് പറയുന്നത് വെയിറ്റ് എത്രയാണ് 3500 താഴെ ആയിരിക്കും. N2 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും 3500 12,000 ഇടയ്ക്കായിരിക്കും. 12,000 മുകളിലാണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ത് വിളിക്കാനെ കാറ്റഗറി N3 എന്ന് വിളിക്കാം. എന്നാൽ എന്താണ് ചില വ്യവസ്ഥകൾ വിധേയമാക്കി നമുക്ക് എന്ത് ചെയ്യാം, ചരക്കുകൾക്ക് പുറമെ ആരെയും കൊണ്ടുപോകാം, ആളുകളെയും കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ കാറ്റഗറി ടി മീൻസ് ട്രെയിലർ ആണ് അല്ലെ, ട്രെയിലർ വിഭാഗത്തിൽ വരുന്നതാണ് എന്ന് പറയുന്നത് കാറ്റഗറി ടി എന്ന് പറയുന്നത്. T1 എന്ന് പറയുമ്പോൾ എത്രയാണ് 0.75 ടൺ അല്ലെങ്കിൽ 750 മുതൽ താഴെ, അതിന് താഴെ വരുന്നതാണ് കാറ്റഗറി T1. T2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 0.75 3.5 ഇടയ്ക്ക് വരുന്നതാണ് കാറ്റഗറി T2 എന്ന് പറയുന്നത്. T3 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും 3.5 10 ടണ്ണിനും ഇടയ്ക്കായിരിക്കും ഇത് വരുന്നത് കാറ്റഗറി T3 വരുന്നത്. T4 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും 10 ടണ്ണിന് മുകളിലാണ് ഇത് വരുന്ന കാറ്റഗറി T4 വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന ആദ്യത്തെ 2 സെക്ഷൻ കഴിഞ്ഞു. നമ്മൾ ആദ്യം ഇത് പഠിച്ചു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, എന്താണ് ആക്ട് പഠിച്ചു, അതിന്റെ റൂൾസ് പഠിച്ചു, അതുപോലെ കേരളത്തിലെ റൂൾസ് പഠിച്ചു, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ എന്താണ് ഡെഫിനിഷൻ പഠിച്ചു അല്ലെ, എന്താണ് പൊതുസ്ഥലം, അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ പഠിച്ചു. നമ്മൾ അതുപോലെ എന്തൊക്കെ പഠിച്ചു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു റിവൈസ് ചെയ്ത് പോയി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ എല്ലാ ടോപ്പിക്കിനും എന്തുണ്ട് മാർക്കുണ്ട്. ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യത്തിനും എന്തുണ്ട് മാർക്കുണ്ട്, ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. കാര്യം ബാക്കി സിലബസ് കടൽ പോലെയല്ല, ഇവർ തന്നിട്ടുള്ള സിലബസ് എന്താണ് ഈ പറയുന്ന 5 മാർക്ക് ഇതിന് ചോദിക്കുകയുള്ളൂ. ഈ പറയുന്ന നമ്മൾ ഇനി 2 സെക്ഷൻ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന 5 മാർക്കിന്റെ സെക്ഷൻ നമുക്ക് കഴിയും. അതിന് എന്ത് ചെയ്യും, ഉറപ്പായിട്ടും അവർ എന്ത് ചോദിച്ചിരിക്കും, 5 മാർക്കിന് ചോദ്യം ചോദിച്ചിരിക്കും. നിങ്ങൾ ഇതിലൂടെ തന്നെ പഠിച്ചു പോകാം. നിങ്ങൾക്ക് അറിയാം വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങൾ മാത്രമേ ഇത് പറയുന്നുള്ളൂ. നമ്മൾ ഇതിൻ്റെ കൂടെ പഠിച്ചു പോയി കഴിഞ്ഞാൽ കാര്യം April 16 പരീക്ഷ. നമ്മൾ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സർക്കാർ ജോലി നേടിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സമയമാണ് ഇപ്പോൾ ഇതിന് മുന്നിലുള്ളത്. 1.5 മാസം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. 30 മാർക്ക് ചോദിക്കുന്ന എവിടെ നിന്നാണ്, ഈ പറയുന്ന ഡ്രൈവറാണ്. 20 മാർക്ക് എവിടെ നിന്നാണ്, സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കും ഈ ഡ്രൈവറിന്റെ എക്സാമും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 50 മാർക്ക് കിട്ടും. പിന്നെ 50 മാർക്ക് GK ആണ്. അതിൽ നിങ്ങൾ 35 മാർക്കൊക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, 85 മാർക്ക് കിട്ടി. നമുക്ക് ഇതിൽ തന്നെ ഈ രണ്ടിലും കൂടെ തന്നെ ഒരു 45 മാർക്കോ 40 മാർക്കോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. കാര്യം ചോദിക്കുന്ന ഉടനെ തന്നെയാണ് ഈ പറയുന്ന സിലബസിൽ നിന്ന് തന്നെയാണ് ചോദിക്കും. ഒന്നിച്ചിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റും ഉറപ്പായിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ 2 ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.